ഞാനൊരു ക്രൈസ്തവരുടെ വേദിയിൽ പുരോഹിതന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ ഇസ്ലാമും ക്രൈസ്തവതയും തമ്മിലുള്ള സമാനതകൾ പരാമർശിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ ആ പ്രഭാഷണം കഴിഞ്ഞ് എഴുന്നേറ്റ ഉടനെ ഒരു അച്ഛൻ, ഒരു ക്രൈസ്തവനായ വേദിക്ക് നേതൃത്വം നൽകുന്ന അച്ഛൻ എഴുന്നേറ്റ് പ്രസംഗിച്ചു, മൗലവി ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, എങ്കിലും അവർ യേശുവിനെ ഒരു നബിയായി മാത്രമേ കാണുന്നുള്ളൂ, ദൈവമായി കാണുന്നില്ല എന്ന് എന്തോ ഒരു വലിയ കുറ്റം പോലെ അദ്ദേഹം ആ വേദിയിൽ തന്നെ തിരുത്തുകയാണ്. ഈസ നബിയെ മാത്രമല്ല ഇസ്ലാമിക ലോകം ദൈവമായി അംഗീകരിക്കാത്തത്, സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ദൈവമായി ഇസ്ലാമിക ലോകം അംഗീകരിച്ചിട്ടില്ല. അത് മുഹമ്മദ് നബിയോടുള്ള വെറുപ്പ് കൊണ്ടാണോ? അത് മുഹമ്മദ് മുസ്തഫയോടുള്ള വിരോധം കൊണ്ടാണോ? അല്ല, ദൈവം ദൈവമായിരിക്കുക തന്നെ വേണം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു മനുഷ്യൻ ഇടമുണ്ടാവുകയില്ല എന്ന ഉറച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈസ നബിയെ ദൈവമായി മാനിച്ചില്ലെങ്കിലും ഈ ലോകത്ത് പിറവിയിൽ തന്നെ അത്ഭുതം കാണിച്ച, തൊട്ടിലായിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് ഈ ലോകത്ത് അത്ഭുത പ്രവൃത്തി കാണിച്ച ഒരു അത്ഭുത മനുഷ്യനായി മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയും ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാഹാത്മ്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ നബിമാരും സ്വീകരിക്കപ്പെടേണ്ടവരാണ്, എല്ലാ പ്രവാചകന്മാരും അംഗീകരിക്കപ്പെടേണ്ടവരാണ്. ഇങ്ങനെ പ്രവാചകന്മാരെ സ്വീകരിക്കുക എന്ന നയം ഇന്ന് ആകെ നിലനിർത്തിപ്പോരുന്ന, എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന ഒരു സമുദായം ഇസ്ലാമിക സമൂഹം മാത്രമാണ്. പാത്രിയാർക്കീസിന്റെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെയും ജെറൂസലേമിന്റെയും താക്കോൽ വാങ്ങുന്ന പദവിയിലേക്ക് അള്ളാഹു ഉയർത്തിയത് നമ്മളെ ഇസ്ലാം കൊണ്ടാണ്. ഒന്നുമല്ലാതിരുന്ന നമ്മളെ ഇസ്ലാം അല്ലാത്ത മറ്റൊന്നുകൊണ്ട് നമ്മൾ അന്തസ് പ്രതീക്ഷിച്ചാൽ അള്ളാഹു നമ്മളെ നിന്ദ്യരാക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലായിരിക്കണം നമ്മുടെ അന്തസ്. നാം എല്ലാവരും ഇന്ന് എത്തി നിൽക്കുന്ന സന്ദർഭത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ, ലോകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ലോകമതങ്ങളിൽ പ്രധാനമായ ക്രൈസ്തവ ലോകം അവരുടെ ആചാര്യനായി, അവരുടെ ആദർശ നായകനായി എന്നതിനപ്പുറം ആരാധ്യനായി തന്നെ വീക്ഷിക്കുന്ന ഇസ്ലാമിക ലോകത്തിൻ്റെ മഹാനായ പ്രവാചകൻ മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മദിനത്തെ പുരസ്കരിച്ചുകൊണ്ട് ലോകമാകെയുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ക്രിസ്തുമസ് ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങുന്ന, സന്നദ്ധരായിക്കൊണ്ടിരിക്കുന്ന, അവരുടെ മനസ്സും അവരുടെ പരിസരവും അതിനായി പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുമസ് ആഘോഷത്തെ ശരിയായ നിലയിൽ വിശകലനം ചെയ്യാനൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ ശ്രമിക്കുന്നില്ല. പക്ഷെ നാം കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായ ഈ കാലഘട്ടം ആഗോള ക്രൈസ്തവ സമൂഹത്തിൻ്റെ സമീപനങ്ങളും നിലപാടുകളുമൊക്കെ അവരെ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ജനങ്ങളെയും വിശേഷിച്ച് ഇസ്ലാമിക സമൂഹത്തെയും വളരെ വ്യക്തമായി സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ആവേശത്തിമിറപ്പിലായിരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ ഉണ്ട് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. മഹാനായ പ്രവാചകൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് മാത്രമല്ല, അത്ഭുതകരമായ വിധത്തിൽ ജന്മം നൽകി അള്ളാഹു ആദരിച്ച മഹാനായ പ്രവാചകൻ. പക്ഷേ ചരിത്രത്തിൽ ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു വ്യക്തിത്വമില്ല എന്ന് പറയുന്നതാണ് ശരി. ആ മഹാപ്രവാചകനെ ക്രൈസ്തവ സമൂഹം അവരുടെ ആരാധ്യനായി, അവരുടെ മഅബൂദായി, ഇലാഹായി, ദൈവമായി കാണുന്ന ആ മഹാവ്യക്തിത്വത്തെ യഥാർത്ഥത്തിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യഹൂദിയായിരുന്നു, യഹൂദ പാരമ്പര്യത്തിൽ വന്നയാളുമായിരുന്നു. എന്നിട്ടും യഹൂദ പാരമ്പര്യത്തിൻ്റെ വക്താക്കൾ ആ മഹാനായ പ്രവാചകനെ ലോകത്ത് അവതരിപ്പിച്ചതും പരിചയപ്പെടുത്തിയതും ജാരസന്താനമായിട്ടാണ്.
വ്യഭിചാരത്തിൽ പിറന്ന ഒരു പുത്രനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയായ കന്യകാമറിയത്തെ ലോകത്ത് യഹൂദ മതത്തിൻ്റെ യഹൂദികളായ ജനത വിളിച്ചത് കന്യകാമറിയമെന്നായിരുന്നില്ല, അവരെ ദുർനടത്തക്കാരി എന്നായിരുന്നു, വേശ്യ എന്ന് വിളിച്ച് അനാദരിക്കുകയുണ്ടായി. അത്രയും ക്രൂരമായ നിലയിൽ മഹാനായ പ്രവാചകനോടും ആ പ്രവാചക മാതാവിനോടും അവർ പെരുമാറാനുണ്ടായ കാരണം എന്ത് എന്നന്വേഷിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മഹാനായ ആ പ്രവാചകൻ അവർ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല എന്ന ഒരു കാരണമാണ്. അവർ വരുമെന്ന് പ്രതീക്ഷിച്ച പ്രവാചകൻ ഒരു വലിയ രാജാവായി സോളമൻ്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കുന്ന ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സോളമൻ്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കുന്ന ഒരു രാജാവിനെ അവർക്ക് സ്വീകാര്യമായിരുന്നു. പക്ഷെ പ്രവാചകത്വത്തിൻ്റെ കുത്തക തങ്ങളിൽ നിലനിൽക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊരാളിലേക്ക് ഇനി ആ വഴി നീണ്ടു പോകുന്നത് യഹൂദികൾക്ക് സ്വീകാര്യമല്ലാതെ വന്നപ്പോൾ അവർ മഹാനായ ആ പ്രവാചകനെ നിരാകരിക്കുകയും യഹൂദർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എതിരാളികളായി മാറുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ആ ശത്രുത അങ്ങനെ നീണ്ടുപോയി. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ വരെ യഹൂദർ തുനിഞ്ഞു. ഇതാണ് ചരിത്രം. ഇതാർക്കും നിഷേധിക്കാനാവാത്ത സത്യമാണ്. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊന്നു എന്നവർ അവകാശപ്പെട്ടു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അവരങ്ങനെ അവകാശപ്പെടുകയും ചെയ്തു. അഭിമാനകരമായ ഒരു സംഗതിയായി ഒരു മഹാപ്രവാചകനെ കൊന്നു അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചു എന്ന കാര്യം അവർ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് നന്മ പഠിപ്പിക്കാൻ വന്ന, സ്നേഹവും കാരുണ്യവും ഉപദേശിക്കാൻ വന്ന, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മഹാനായ പ്രവാചകനിൽ ദൈവനിയുക്തനായ ഒരു പ്രവാചകനെ കാണാൻ കഴിയാതെ, ഒരു വിമോചകനെ കാണാൻ കഴിയാതെ അദ്ദേഹത്തെ കപടവാദിയായി വിലയിരുത്തിയതിൻ്റെ ഫലമായി യഹൂദ മേധാവികളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ കൊല ചെയ്യാൻ അന്നത്തെ ന്യായാധിപനായ പീലാത്തോസ് വിധിക്കുകയാണ്. അങ്ങനെ മഹാനായ ആ പ്രവാചകനെ കൊല്ലാൻ അവർ നടത്തിയ ശ്രമങ്ങളുടെ വിശദാംശങ്ങൾ ഇവിടെ പറയുന്നില്ല. അള്ളാഹുവിൻ്റെ അതിശയകരമായ ഇടപെടലിലൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തി. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയുണ്ടായി, ഒമാ ഖതലൂഹു ഒമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല, അവരദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല. യഥാർത്ഥത്തിൽ അവർക്ക് അങ്ങനെ തോന്നിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അത്ഭുതത്തിന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ടു. ഇന്ന് യേശുവിൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് മതം വളർത്താൻ ശ്രമിക്കുന്ന ക്രൈസ്തവ സമൂഹം ഒരു കാര്യം ഓർക്കണം. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദൈവമായി മാനിച്ചില്ല എന്ന ഒരപരാധമേ ഇസ്ലാമിക ലോകം യേശുവിനോട് ചെയ്തിട്ടുള്ളൂ. അതൊരു തെറ്റാണെങ്കിൽ അതൊരു തെറ്റല്ല, അതാണ് ശരി. ഇന്നും ഇസ്ലാമിക ലോകത്തോട് യേശുവിൻ്റെ ദൈവത്വം അംഗീകരിച്ചില്ലെന്നുള്ളതിൻ്റെ പേരിൽ തീർത്താൽ തീരാത്ത പകയുമായി ക്രൈസ്തവ ലോകം കഴിയുകയാണ്. പക്ഷേ അവരൊരു കാര്യം ഓർക്കണം, ഈസ നബിയെ മാത്രമല്ല ഇസ്ലാമിക ലോകം ദൈവമായി അംഗീകരിക്കാത്തത്, സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ദൈവമായി ഇസ്ലാമിക ലോകം അംഗീകരിച്ചിട്ടില്ല. അത് മുഹമ്മദ് നബിയോടുള്ള വെറുപ്പ് കൊണ്ടാണോ? അത് മുഹമ്മദ് മുസ്തഫയോടുള്ള വിരോധം കൊണ്ടാണോ? അല്ല, ദൈവമായിരിക്കുക തന്നെ വേണം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു മനുഷ്യൻ ഇടമുണ്ടാവുകയില്ല എന്ന ഉറച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈസ നബിയെ ദൈവമായി മാനിച്ചില്ലെങ്കിലും ഈ ലോകത്ത് പിറവിയിൽ തന്നെ അത്ഭുതം കാണിച്ച, തൊട്ടിലായിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് ഈ ലോകത്ത് അത്ഭുത പ്രവൃത്തി കാണിച്ച ഒരു അത്ഭുത മനുഷ്യനായി മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാഹാത്മ്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ ഒരു നബിയായി അംഗീകരിക്കാനോ ഒരു വിശുദ്ധിയുള്ള ഒരു വ്യക്തിത്വമായി അംഗീകരിക്കാനോ പോലും തയ്യാറാകാതെ വെറും ഒരു ജാരസന്താനമാണെന്ന നിലപാടിലായിരുന്നു ജൂതന്മാർ എക്കാലത്തുമുള്ളത്.
ഇന്നും ജൂതന്മാർ അവരുടെ നിലപാട് മാറ്റിയിട്ടില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു പ്രവാചകനായി അംഗീകരിച്ചിട്ടില്ല. കന്യകാ മറിയത്തിൻ്റെ വിശുദ്ധി അംഗീകരിച്ചിട്ടില്ല. പക്ഷെ പരിശുദ്ധമായ ഖുർആൻ ഇത് രണ്ടും അംഗീകരിക്കാൻ, ലോകത്തെ ബോധ്യപ്പെടുത്താൻ, വിളംബരം ചെയ്യാൻ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറ തന്നെ അവതരിപ്പിച്ചതിൻ്റെ പേരാണ് സൂറത്ത് മറിയമെന്ന്. ഒരു സ്ത്രീയുടെ പേര് പരിശുദ്ധ ഖുർആനിൽ എവിടെയും പറഞ്ഞു കാണില്ല. പക്ഷേ പരിശുദ്ധമായ ഖുർആനിലൊരു സ്ത്രീയുടെ പേരിൽ അധ്യായം അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, അത് മറിയം അലൈഹിസ്സലാമിൻ്റെ പേരിലാണ്. ആ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം എത്രമേൽ ആദരിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ട പുത്രനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം എത്രമേൽ ആദരിക്കുന്നു. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ നുബൂവത്തിൻ്റെ പദവി നൽകി തന്നെ നാം ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കുകയാണ്. ദൈവമാക്കിയില്ല എന്നതാണ് ഇപ്പോഴും അവർക്ക് താങ്ങാനാവാത്തതെങ്കിൽ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫയെയും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ദൈവമാക്കിയിട്ടില്ല. ഞാനൊരു ക്രൈസ്തവരുടെ വേദിയിൽ പുരോഹിതന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ ഇസ്ലാമും ക്രൈസ്തവതയും തമ്മിലുള്ള സമാനതകൾ പരാമർശിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ ആ പ്രഭാഷണം കഴിഞ്ഞ് എഴുന്നേറ്റ ഉടനെ ഒരു അച്ഛൻ, ഒരു ക്രൈസ്തവനായ ആ വേദിക്ക് നേതൃത്വം നൽകുന്ന അച്ഛൻ എഴുന്നേറ്റ് പ്രസംഗിച്ചു, മൗലവി ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, എങ്കിലും അവർ യേശുവിനെ ഒരു നബിയായി മാത്രമേ കാണുന്നുള്ളൂ, ദൈവമായി കാണുന്നില്ല എന്ന് എന്തോ ഒരു വലിയ കുറ്റം പോലെ അദ്ദേഹം ആ വേദിയിൽ തന്നെ തിരുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ആലോചിക്കുക. അത് ചെയ്തില്ല എന്നുള്ളത് ഇസ്ലാമിക ലോകത്തിൻ്റെ മേലൊരു വലിയ അപരാധമായി ക്രൈസ്തവ ലോകം വെച്ച് കെട്ടുകയും ഇന്ന് ഇസ്ലാമിക ലോകത്തോട് അവർ വലിയ വൈരം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വൈരത്തിൻ്റെ ഇരകളാണ് ഇന്ന് മുസ്ലിം ലോകം. ഫലസ്തീനിൽ നാം ഇന്ന് കാണുകയാണ്. എന്നാൽ ഈ യഹൂദികൾ യേശുവിനെ അംഗീകരിച്ചില്ലെന്ന കാരണത്താൽ യഹൂദരും ക്രിസ്ത്യാനികളും തമ്മിൽ ആരംഭിച്ച ശത്രുത ഇന്നും നിലനിൽക്കുകയാണ്. അവർ പരസ്പരം ചെളിവാരി എറിഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ കാണാം, വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ഷൈഇൻ വഖാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദു അലാ ഷൈഇൻ വഹും യത്ലൂനൽ കിതാബ്. അല്ലാഹു പറയുകയാണ്, നസാറാക്കൾ പറഞ്ഞു, യഹൂദികൾ പറഞ്ഞു, ക്രിസ്ത്യാനികൾ ഒന്നുമല്ല, ക്രിസ്ത്യാനികൾക്ക് ഒരു വിലയുമില്ല, ഒരു നിലയുമില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു സ്ഥാനവുമില്ലെന്ന്. എന്നാൽ വഖാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദു അലാ ഷൈഇ, നസാറാക്കൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു, ജൂതന്മാരാരുമല്ല, അവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വിലയും നിലയുമില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് നിലപാടുകളെയും ശക്തമായി നിരാകരിക്കുകയാണ്. ദൈവത്താൽ നിയുക്തരായ ഈ പ്രവാചകന്മാരെല്ലാം ആദരണീയരാണ് എന്ന്. നോക്കൂ നിങ്ങൾ, യഹൂദികൾ മൂസ നബിയെ അംഗീകരിച്ച് അവസാനിപ്പിച്ചു. ഇനി ഒരു പ്രവാചകന്റെ സാധ്യതയെ അവർ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഈസ നബിയെ തള്ളിപ്പറഞ്ഞു, അല്ലേ? ഈസ നബിയെ തള്ളിപ്പറഞ്ഞു, നബിയെ നിരാകരിച്ചു എന്നതാണ് അവരുടെ തെറ്റ്. എന്നാൽ ക്രിസ്ത്യാനികൾ ചെയ്ത തെറ്റെന്താ? അത് തന്നെയല്ലേ മഹാനായ മുഹമ്മദ് മുസ്തഫ വന്നപ്പോൾ എന്താണോ യഹൂദർ ചെയ്തത്, മൂസ നബിക്ക് ശേഷം വന്ന അവരുടെ ഗോത്രത്തിൽപ്പെട്ട യഹൂദരിൽപ്പെട്ട ഈസ നബിയെ അവരംഗീകരിച്ചില്ല. അതുപോലെ തന്നെ അവർ മഹാനായ മുഹമ്മദ് മുസ്തഫ അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് പിറവി കൊള്ളുമെന്ന് അവരുടെ വേദം പറഞ്ഞ, ബൈബിൾ പറഞ്ഞ അവരുടെ സഹോദരനായ ഇസ്മായിലിൻ്റെ പിതൃപരമ്പരയിൽ വന്ന മുഹമ്മദ് മുസ്തഫയുടെ പ്രവാചകത്വം അവരും അംഗീകരിച്ചില്ല. അഥവാ പ്രവാചകന്മാരെ തള്ളിപ്പറയുക എന്ന പ്രവണത ക്രൈസ്തവരും ജൂതരും വെച്ച് പുലർത്തിയപ്പോൾ അത് നിലനിൽക്കെ തന്നെ മഹാനായ പ്രവാചകൻ പറഞ്ഞതെന്താണ്? ഈസ നബിയെയും അംഗീകരിക്കണം. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തിനെ ഞാൻ സത്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, ശേഷം വരുന്ന മുഹമ്മദ് മുസ്തഫയെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സുവിശേഷം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈസ വന്നത് എന്ന് ഒരൊറ്റ ആയത്തിൽ സൂറത്ത് സഫിൽ അള്ളാഹു പറയുക. ഖുർആൻ ചെയ്യുന്നത് എന്താണ്? ഖുർആൻ ഈ മൂന്ന് പ്രവാചകന്മാരെയും ഒരൊറ്റ ആയത്തിൽ ഒരു കണ്ണിയിൽ വിളക്കി ചേർക്കുകയാണ്. എല്ലാ നബിമാരും സ്വീകരിക്കപ്പെടേണ്ടവരാണ്, എല്ലാ പ്രവാചകന്മാരും അംഗീകരിക്കപ്പെടേണ്ടവരാണ്. ഇങ്ങനെ പ്രവാചകന്മാരെ സ്വീകരിക്കുക എന്ന നയം ഇന്ന് ആകെ നിലനിർത്തിപ്പോരുന്ന, എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന ഒരു സമുദായം ഇസ്ലാമിക സമൂഹം മാത്രമാണ്.
പക്ഷെ നമുക്കുള്ള പഴി എന്താ? നമുക്കുള്ള പഴി മറ്റുള്ള മതങ്ങളെ മാനിക്കാത്ത, മറ്റുള്ള മതങ്ങളുമായി ഇടകലരാത്ത, മറ്റുള്ള മതങ്ങളുടെ ആചാര്യന്മാരെ ബഹുമാനിക്കാത്ത സമുദായം എന്ന പഴി ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ വെറുതെ വെച്ച് കെട്ടുകയാണ്. യഥാർത്ഥത്തിൽ മറ്റു പ്രവാചകന്മാരെ അംഗീകരിക്കാഞ്ഞത് യഹൂദികളാണ്, അടുത്ത പ്രവാചകനെ അംഗീകരിക്കാഞ്ഞത് ക്രിസ്ത്യാനികളാണ്. നാം ഈസയെ അംഗീകരിക്കുന്നു അലൈഹിസ്സലാം, നാം യേശുവിനെ മൂസസിനെ അംഗീകരിക്കുന്നു അലൈഹിസ്സലാം, നാം എല്ലാവരെയും അംഗീകരിക്കുകയാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, പ്രവാചകന്മാർക്കാർക്കുമിടയിൽ നമുക്കൊരു വിവേചനവുമില്ല എന്നത് ഇസ്ലാമിൻ്റെ പ്രഖ്യാപിത നയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ക്രൈസ്തവർക്ക് സംഭവിച്ച പാളിച്ചയെ സൂചിപ്പിക്കാനാണ്. അതുപോലെ തന്നെ യഹൂദർക്ക് സംഭവിച്ച വീഴ്ച സൂചിപ്പിക്കാനാണ്. അവരവരുടെ മതത്തിൻ്റെ ആളുകളായി ചമയുമ്പോഴും അവർ മതം മറന്നിരിക്കുന്നു, ദൈവത്തെ മറന്നിരിക്കുന്നു, അവരുടെ പ്രവാചകന്മാരുടെ വഴി മറന്നിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇതര മതസമൂഹങ്ങളെ നാം ആദരിക്കേണ്ടിടത്ത് ആദരിക്കുകയും അതുപോലെ തന്നെ അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴും അവരുടെ അരുതായികകളെ തിരിച്ചറിയുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. മഹാനായ ഇസ്ലാമിൻ്റെ ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി അതിൻ്റെ താക്കോൽ വാങ്ങിച്ചത് ക്രൈസ്തവ ലോകത്തിൻ്റെ കൈകളിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് ആ താക്കോൽ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഉമറിൻ്റെ കൈകളിൽ താക്കോൽ ഏൽപ്പിക്കുന്നതിന് അവർ അബൂ ഉബൈദ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ സേനാ നായകൻ്റെ മുമ്പിൽ അവർ വെച്ച വ്യവസ്ഥ എന്തായിരുന്നു എന്നറിയുമോ? അതിൽ പ്രധാനപ്പെട്ട നിബന്ധന, അന്നത്തെ പാത്രിയാർക്കീസ് വെച്ച നിബന്ധനകളിൽ ഒന്ന് യഹൂദരെ ഫലസ്തീനിൽ താമസിപ്പിക്കരുത് എന്നായിരുന്നു. യഹൂദരെ ഫലസ്തീനിൽ താമസിപ്പിക്കരുത്. പക്ഷേ മഹാനായ ഇസ്ലാമിൻ്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവർക്കെല്ലാം ആദരവ് നൽകുമ്പോഴും പാത്രിയാർക്കീസുമായി വളരെ സമാധാനപരമായ നിലയിൽ അധികാരം ഏറ്റുവാങ്ങുമ്പോഴും ജൂതരെ പാർപ്പിക്കരുതെന്ന് പറഞ്ഞ നിലപാട് അംഗീകരിക്കാൻ തയ്യാറായില്ല. എല്ലാ ആദരവും അവർ നൽകി, എല്ലാ ആദരവും അവർക്ക് നൽകി, അവർക്ക് അവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തിൻ്റെ അധീനത്തിലായിരുന്ന അവിടുത്തെ ആ മഹത്തായ യഹൂദ സമൂഹം ആദരിച്ചിരുന്ന ആ ഡോം ഓഫ് റോക്ക് ഉണ്ട്, ആ പാറ അവർ വളരെ മോശമായ നിലയിലാണ് അതിനെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഒരു ഡംപിങ് യാർഡായി വേസ്റ്റ് കൊണ്ടുപോയി തള്ളുന്ന വിധത്തിൽ യഹൂദർ ആദരിച്ചിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പവിത്രമായ സങ്കേതത്തെ ക്രൈസ്തവർ അനാദരിച്ചിരുന്നു. സ്ത്രീകളുടെ ആർത്തവ വസ്ത്രം കൊണ്ടുപോയി അവിടെ വലിച്ചെറിഞ്ഞ് ക്രൈസ്തവർ അതിനെ അപമാനിച്ചിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അധികാരം തൻ്റെ കൈകളിൽ കിട്ടിയപ്പോൾ ആ പാറ വൃത്തിയാക്കി എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അതിൻ്റെ മുഴുവൻ പവിത്രതയും നിലനിർത്തുകയുണ്ടായി. വേദ പാരമ്പര്യത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ചു ഇസ്ലാമിൻ്റെ ഖലീഫ. ക്രൈസ്തവരുമായി സമാധാനപൂർണമായ സന്ധിയിലേർപ്പെട്ടു ഇസ്ലാമിൻ്റെ ഖലീഫ. എന്നാൽ ജൂതർക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന അവകാശങ്ങൾ പൂർണ്ണമായും വകവെച്ചു കൊടുക്കാനാണ് ഇസ്ലാമിൻ്റെ ഖലീഫ തയ്യാറായത്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ക്രൈസ്തവർക്ക് പല കാര്യങ്ങളിലും പിഴച്ചിരിക്കുന്നു, അതുപോലെ തന്നെ യഹൂദികൾക്ക് പലതിലും പിഴച്ചിരിക്കുന്നു. ഇന്ന് ക്രൈസ്തവർ അവരുടെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ ദൈവമാതാവിനെ വേശ്യ അധിക്ഷേപിച്ചവരെ അവരോട് കൈകോർത്തുകൊണ്ട് അവർക്കെല്ലാ പവിത്രതയും ആദരവ് നൽകിയ ഇസ്ലാമിക സമൂഹത്തെ മൂലനാശം ചെയ്യാൻ കൂട്ടിച്ചേർന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇസ്ലാമികമായ തത്വങ്ങളിലും നിലപാടുകളിലും ആദർശങ്ങളിലും പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ടല്ലാതെ നമ്മൾ ഈ സമൂഹങ്ങളുമായി നമ്മൾ ഇടപെടരുത് എന്ന യാഥാർത്ഥ്യം മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ ചെന്നു. ഉമർ റളിയല്ലാഹുവിനോട് നമസ്കരിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു. തന്നോടൊപ്പമുള്ള കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മിഅറാജിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാറ ഏതാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നു. പാറയുടെ അടുത്ത് ചെന്ന് തൻ്റെ വസ്ത്രം കൊണ്ട് പാറ ശുദ്ധമാക്കി, അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വരുന്ന മലിനമാക്കിയിരുന്ന പാറ വൃത്തിയാക്കി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്നോടൊപ്പമുള്ള കഅബ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഞാൻ എവിടെയാണ് നമസ്കരിക്കേണ്ടത്? അദ്ദേഹം ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇൻ അഖൽത അന്നി സല്ലൈത ഖൽഫ സഖറ, എൻ്റെ അഭിപ്രായമാണ് അങ്ങ് പരിഗണിക്കുന്നതെങ്കിൽ ഈ പാറയുടെ പിന്നിലാണ് അങ്ങ് നമസ്കരിക്കേണ്ടത്.
കാരണം എന്താ? ഫക്കാനത്തിൽ ഖുദ്സ് കുല്ലുഹാ ബൈന യദൈക, ഖുദ്സ് തങ്ങളുടെ മുമ്പിലായിരിക്കും, ഖുദ്സ് ഖിബ്ലയാക്കിക്കൊണ്ട് അങ്ങേക്ക് നമസ്കരിക്കാമല്ലോ. ഫഖാല ഉമറു ലാഹൈത വശാബഹത്തൽ യഹൂദ്, യഹൂദികളോട് താങ്കൾ സാമ്യപ്പെടുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപലപിച്ചു. എന്നിട്ട് പറഞ്ഞു, വലാകിൻ നുസല്ലി ഹൈസു സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ നമസ്കരിച്ചിടത്താണ് ഞാൻ നമസ്കരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഖിബ്ലയുടെ നേരെ, പരിശുദ്ധ കഅബയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായ നിലയിൽ യഹൂദരോട് സാമ്യപ്പെടുന്നതിൽ നിന്ന്, അവരുടെ അപരാധങ്ങളോട്, അവരുടെ തെറ്റുകളോട് സാമ്യപ്പെടുന്നതിൽ നിന്ന് നാം വിട്ടു നിൽക്കണമെന്നുള്ള വ്യക്തമായ പാഠമാണ് നമ്മെ പഠിപ്പിച്ചതെങ്കിൽ, ഇന്ന് നമ്മൾ ക്രൈസ്തവ സമൂഹവുമായി അവരുടെ ക്രിസ്മസ് വരുമ്പോൾ നമ്മുടെ വീടുകളും അതുപോലെ തന്നെ നമ്മുടെ കടകളുമെല്ലാം നമ്മൾ കരോളിൽ പപ്പാനിയാകാൻ, അതുപോലെ തന്നെ നമ്മുടെ കടകളിലും വീടുകളിലും അവരാഗ്രഹിക്കുന്നത് പോലെ സ്റ്റാർ തൂക്കാനും ക്രൈസ്തവതയെ ആഗോളവൽക്കരിക്കാനും ക്രൈസ്തവർ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി മാറാൻ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിന് യാതൊരു മടിയുമില്ലാത്ത ഒരു ദുസ്ഥിതിയിലാണ് നാം ഇന്നെത്തി നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആര് ഏതൊരു ജനതയെ അനുകരിക്കുന്നുവോ അവർ അവരിൽപ്പെട്ടവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മതപരമായ കാര്യങ്ങളിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ അവരോട് നാം പിൻപറ്റിയാൽ തീർച്ചയായിട്ടും നമ്മൾ അവരിൽപ്പെട്ടവരാകുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തെന്നറിയോ? മനസാ നമ്മൾ അവരുമായി പൊരുത്തപ്പെടുകയും അവരുടെ അരുതായികകൾ നമ്മൾ അറിയാതെ നമ്മളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സംസ്കാരത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. ഇന്ന് ഇസ്ലാമിക സമൂഹം ഇസ്ലാമിൻ്റെ വ്യത്യസ്തതകളെ, അതിൻ്റെ വ്യതിരിക്തതകളെ ഉയർത്തിപ്പിടിക്കാൻ മടിച്ചപ്പോൾ, ക്രൈസ്തവരുടെ രൂപഭാവങ്ങളെ നാം പിൻപറ്റിയപ്പോൾ, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ, ആഘോഷങ്ങളിൽ നമ്മൾ മറയേതുമില്ലാതെ നമ്മൾ ഭാഗഭാക്കായപ്പോൾ നമുക്കിന്ന് വ്യത്യസ്തതകളില്ലാതായി മാറി. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ വ്യത്യസ്തതകൾ കൊണ്ടാണ് ഇസ്ലാം ഉയർന്നു വന്നത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ഖറജ ഉമർ ഇബ്നുൽ ഖത്താബ് ഇല ശാം, ഉമർ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് പുറപ്പെട്ടു. മഅനാ ഉബൈദത്ത് ബിനുൽ ജറാഹ്, ഞങ്ങളോടൊപ്പം ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഫഅതൗ അലാ മഖാലത്തിൻ വഉമർ അലാ നാഖത്തില്ല, അവരൊരു ജലാശയത്തിനടുത്തേക്ക് നീങ്ങി. ഉമർ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്താണ്. ഫനസല അൻഹ, ഒട്ടകപ്പുറത്ത് നിന്ന് ഉമർ ഇറങ്ങി. വഖലഅ ഖുഫൈഹി, അദ്ദേഹത്തിൻ്റെ പാപ്പാസുകൾ അഴിച്ചു മാറ്റി. ഫവളഅഹുമാ അലാ ആതിഖിഹി, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തോളത്ത് വെച്ചു. വഅഖദ ബിസിമാമി നാഖത്തിഹി, എന്നിട്ട് ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് ഫഖാല ബിഹാ ഇലൽ മഖാല, ആ തടാകത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു. ഫഖാല അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കാഴ്ച കണ്ടിട്ട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ അഅന്ത തഫഅലു ഹാദാ, അമീറുൽ മുഅ്മിനീൻ താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അന്ത തഫഅലു ഹാദാ തഖ്ലഉ ഖുഫൈക, താങ്കൾ പാപ്പാസ് അഴിച്ചു മാറ്റിയിരിക്കുന്നു. വതളഉഹുമാ അലാ ആതിഖിക, അത് തോളത്തങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നു. വതഅഖുദു സുമാമ നാഖത്തിക, ഒട്ടകത്തിൻ്റെ മൂക്ക് കയറും പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് ഈ ജലാശയത്തിലേക്ക് നീങ്ങുന്നത്. ഇങ്ങനെയൊക്കെ അങ്ങ് മാ യസുറുനി അന്ന അഹ്ലൽ ബലദി ഇസ്തഷ്റഫൂക, ഈ നാട്ടുകാർ ഈ കോലത്തിൽ അങ്ങയെ കാണുന്നത് എനിക്ക് അങ്ങേയറ്റം വിഷമമാണ്, ഇങ്ങനെ അങ്ങയെ കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സേനാനായകനായ അബൂ ഉബൈദ പറഞ്ഞപ്പോൾ ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവ്വഹ് ലൗ യഖൂലു ദാ ഗൈറക യാ അബാ ഉബൈദ ജഅൽതഹു നകാലൻ ലി ഉമ്മതിക ജഅൽതുഹു നകാലൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളല്ലാതെ മറ്റാരെങ്കിലുമായിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഈ സമുദായത്തിന് പാഠമാകുന്ന വിധത്തിൽ താങ്കളെ ഞാൻ ശിക്ഷിച്ചേനെ എന്ന് പറഞ്ഞാൽ പ്രൗഢിയും പത്രാസും കാണിച്ചുകൊണ്ടാകണം ഇസ്ലാമിൻ്റെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരേണ്ടത് എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇന്ന കുന്ന അതല്ല ഖൗമിൻ, നമ്മളൊരു വിലയും നിലയുമില്ലാത്ത ഒരു ജനതയായിരുന്നു എന്ന കാര്യം നാം മറക്കരുത്. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമാണ് നമുക്ക് അന്തസ്സ് നൽകിയത്. ഇന്ന് പാത്രിയാർക്കീസിൻ്റെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദിസിൻ്റെയും ജെറൂസലേമിൻ്റെയും താക്കോൽ വാങ്ങുന്ന പദവിയിലേക്ക് അള്ളാഹു ഉയർത്തിയത് നമ്മളെ ഇസ്ലാം കൊണ്ടാണ്. ഒന്നുമല്ലാതിരുന്ന നമ്മളെ ഇസ്ലാം അല്ലാത്ത മറ്റൊന്നുകൊണ്ട് നമ്മൾ അന്തസ്സ് പ്രതീക്ഷിച്ചാൽ അള്ളാഹു നമ്മളെ നിന്ദ്യരാക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ,
ഇസ്ലാമിലായിരിക്കണം നമ്മുടെ അന്തസ്സ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുക. ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംസ്കാരങ്ങളിൽ, അവരുടെ ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, ആഘോഷങ്ങളിൽ അതേപടി പിൻപറ്റി നാം നമ്മുടെ സംസ്കാരത്തെ അടിയറ വയ്ക്കാനാണ് ഭാവമെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ അന്തസ്സ് തിരിച്ചു പിടിക്കുകയായിരിക്കും അതിൻ്റെ അനന്തരഫലം. ഇസ്ലാമിക ലോകം ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വെറും ഒരു ഫോട്ടോ കോപ്പിയായി അധപ്പതിച്ചപ്പോൾ, ഒരു ഖുർആനിക അധിഷ്ഠിതമായ ഭരണക്രമമോ ഒരു ജീവിതക്രമമോ സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് കഴിയാതെ പോയപ്പോൾ, എല്ലാം ഉള്ളപ്പോഴും, പണമുള്ളപ്പോൾ, പത്രാസുള്ളപ്പോൾ, നെടുങ്കൻ കെട്ടിടങ്ങളുള്ളപ്പോൾ, എണ്ണ കൂമ്പാരം മണ്ണിനടിയിൽ കുഴിച്ചിടപ്പെട്ടപ്പോഴും ഇന്ന് ലോകത്ത് അന്തസ്സില്ലാത്തവരായി നാം മാറിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വെസ്റ്റേൺ കൾച്ചർ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ മുഖമുദ്രയായി മാറിയത് അതിൻ്റെ കാരണമാണെന്ന് നാം കാണാതിരിക്കരുത്. അതുപോലെ തന്നെ അറേബ്യൻ ലോകത്തിൻ്റെ UAE അടക്കമുള്ള ഇസ്ലാമിക ലോകങ്ങളുടെ ഏറ്റവും വലിയ കൾച്ചർ ഇന്ന് വെസ്റ്റേൺ കൾച്ചറായി മാറിയപ്പോൾ ഇന്ന് ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന് എവിടെയാണ് അന്തസ്സുള്ളത്? അതുകൊണ്ട് ഇന്നലകളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിലൂടെ ബൈത്തുൽ മുഖദ്ദിസിന്റെ താക്കോൽ അല്ലാഹു തആല ഇസ്ലാമിക ഖിലാഫത്തിന് വെച്ച് മാറിയപ്പോൾ ഉയർത്തിപ്പിടിച്ച ഉമർ റളിയല്ലാഹുവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചത് അവിടുത്തെ ക്രൈസ്തവ ലോകത്തിൻ്റെ സംസ്കാരത്തെ ആയിരുന്നില്ല എന്ന കാര്യം നാം മറക്കരുത്. അള്ളാഹു ഈ തിരിച്ചറിവ് ഈ സന്ദർഭത്തിൽ ഉൾക്കൊള്ളാൻ മുസ്ലിം ലോകത്തിന് കഴിയുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക.